ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനിപ്പോൾ റിസപ്ഷൻ ഏരിയയിൽ വന്നിരിക്കുമായിരുന്നു. ഓക്കെ, ഇന്നത്തെ പരിപാടിയായിട്ട് ഇറങ്ങുന്നു. കൊച്ചി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീണ്ടും കൊച്ചി പരിസരത്തൊക്കെ തന്നെ ഞാനുണ്ട്. നമ്മളിന്ന് വാട്ടർ മെട്രോയിലൊക്കെ കയറാൻ പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊച്ചിയിലെ കുറച്ച് ഫുഡ് ജോയിൻസും എല്ലാം കൂടി കുറച്ച് കാഴ്ചകൾ. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോകും വൈകുന്നേരത്തെ വന്ദേ ഭാരത്തിൽ. അതിന് മുന്നേ മാക്സിമം നമ്മൾ കാഴ്ചകൾക്കാണ്. ഓക്കെ, ഇറങ്ങാം. See you, thank you. And this is a small token of love from our side. Oh, thank you so much. Okay. Safe journey ahead. Oh, thank you. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു, ബാഗെല്ലാം കാറിൽ വെച്ചു. 7:15 മറ്റോ ആണല്ലോ നമ്മളുടെ ട്രെയിൻ പോകുന്നത്. അതിന് മുന്നേ മാക്സിമം സമയം നമ്മൾ കൊച്ചിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കറങ്ങിയതേ എത്തിയിരിക്കുന്ന സ്ഥലം പറയാം. ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്, പ്രിൻസസ് സ്ട്രീറ്റ്. ഇവിടെ ഒരു ആർട്ട് കഫേയിലേക്ക് പോവുകയാണ്. കാശി ആർട്ട് കഫേ. ഇവിടുത്തെ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് മാത്രമല്ല, ഇത് ഏറ്റവും പണ്ട് തൊട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കൊക്കെ ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുമ്പ് നിറച്ച് ചോക്ലേറ്റ് സോസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ കൂടെ ശരിയല്ലല്ലോ. ആർട്ട് കഫേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യത്തെ റൂം തന്നെ കുറേ ആർട്ട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാകും. അതെല്ലാം സെയിലിനായിരിക്കും ചിലപ്പോൾ. ഇഷ്ടംപോലെ ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലും വരുന്നതെന്ന് തോന്നുന്നു. പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, പുറമേ ഒരു ഡൈലാപ്പിലേറ്റഡ് ഫീലിംഗ് ആണ്, പക്ഷെ അകത്ത് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. കാശി ആർട്ട് കഫേയുടെ ഉള്ളിലിരിക്കുന്നു. പ്രത്യേക ലോകം കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടിരിക്കുന്നു. ഔട്ട്പുട്ടൊക്കെ ബ്രസ് കോഫി, കാപ്പിച്ചിനോ, എക്സ്പ്രസ്സോ, പിന്നെ കോൾഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കോൾഡ് കോഫി ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, കോൾഡ് പ്രസ് ജ്യൂസസ്. കാശി ആർട്ട് കഫേ. ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആർട്ട് കഫേസ് ഉണ്ട്. വേറൊരു കൾച്ചറാണ് കേട്ടോ, ടോട്ടലി ഭയങ്കര രസമാണ്. പിന്നെ വീഗൻ ആൻഡ് ഗ്ലൂട്ടൻ ഫ്രീ ഐറ്റംസ്, അങ്ങനത്തെ ഡിഷസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്. ഇവിടുത്തെ ഫേമസ് നിങ്ങളുടെ ചോക്ലേറ്റ് കേക്ക് വിത്ത് സോസ് തരില്ലേ, അതാ വേണ്ടത്. ഇവിടെ ഒത്തിരി ഫുഡുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെയിൻ ഫുഡൊക്കെ അവരെന്നോട് നിർബന്ധിച്ച് ചോദിച്ചു, നല്ല ഫുഡുണ്ട് മാഡം, എന്താ ലഞ്ച് കഴിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ ഫോക്കസ് ഇപ്പോൾ ഇവിടുത്തെ ചോക്ലേറ്റ് കേക്കാണ്, വെരി ഫേമസ് ചോക്ലേറ്റ് സോസ്. അവരുടെ ഒരു റെസിപ്പി ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാണ്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് കാശി ആർട്ട് കഫേയിലെ ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ തൽക്കാലം കഴിക്കാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടുത്തെ അല്ലാത്ത ഫുഡെല്ലാം കഴിക്കാം. ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് കേക്ക്, ഒരു വലിയൊരു ചങ്കി പീസ്. അങ്ങനെ കാശി ആർട്ട് കഫേയിലെ മോസ്റ്റ് ഫേമസ് തിങ്. ഇവിടുത്തെ എല്ലാം നല്ല കാര്യങ്ങളാണ്, മെയിൻ ഡിഷും എല്ലാം. എങ്കിലും ഓക്കെ, ചോക്ലേറ്റ് സോസ് നോക്കി ഇതിൽ മുങ്ങി കിടക്കുന്നു അല്ലേ, സോ നൈസ്. ഇതൊരു സംഭവമാണ്. എനിക്ക് സത്യത്തിൽ ഇത് മുറിക്കാനേ തോന്നുന്നില്ല. ഓ മൈ ഗോഡ്, സോ നൈസ്. ഇങ്ങനെ വേണം ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ. എൻ്റെ അമ്മേ, ട്രൂളി ഞാൻ കഴിക്കുന്നുണ്ടിട്ട് കഴിക്കാൻ തോന്നില്ലേ. ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്. ടു നൈസ്, അത് ഭയങ്കര ടു ഗുഡ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ മറക്കാതെ വരേണ്ട മറ്റൊരു സ്പോട്ടാണിത്, കാശി ആർട്ട് കഫേ. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നല്ല എല്ലാം ഉണ്ട്, ലഞ്ച് മെനു ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട്. പക്ഷെ മറക്കാതെ കഴിക്കേണ്ട ഒരു കാര്യമാണ് ഇത്, ചോക്ലേറ്റ് കേക്ക്. ഇത് ശരിക്കും ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് കേട്ടോ. ഇതിനകത്ത് ഈ ആർട്ട് കഫേക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലൈഫാണ് അതിനകത്ത്. കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്, കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ടോട്ടൽ ആംബിയൻസ് ഇസ് ഡിഫറെൻറ്റ്. നേരെ ഇറങ്ങി ആർട്ട് കഫേന്ന്. ഇത് നല്ലൊരു ഷോപ്പായിട്ട് തോന്നും കേട്ടോ. കാല നോക്കട്ടെ.
ഒരു വ്യത്യസ്തമായ കുറേ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ്. ഇതിപ്പോൾ കോട്ട് സെറ്റാണ്, പക്ഷേ ഡിഫറെൻറ്റ് പ്രിൻ്റൊക്കെ ഡിഫറെൻറ്റ്. ഓർഗാനിക് കോട്ടണിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസാണ്. ആരെയും കാണുന്നില്ല, കടയുടെ ഉടമസ്ഥരെ ആരെയും കാണുന്നില്ല, ഒന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല വിലയുണ്ട്. 4250 ആണിത്. ഇറ്റ്സ് ഓർഗാനിക് കോട്ടൺ. അങ്ങനത്തെ ഒരു ആർട്ട് കഫേ, ആർട്ട് സ്റ്റൈലാണ് എല്ലാം. ഇങ്ങനെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റിക് സംഗതികളാണ്. ഇത് തന്നെ നോക്കിയേ. ഇതിൻ്റെ പ്രൈസ് ഇത് കോട്ട് സെറ്റ് എനിക്ക് തോന്നുന്നു ബ്രാൻഡഡ് സംഭവം 3250. ഇവിടേക്ക് ഒരു ബുട്ടീക്ക് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ക്ലോത്ത് ഷോപ്സൊക്കെ കാണുമ്പോൾ ഓർഗാനിക് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സിന് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഹൈ പ്രൈസ്ഡ് ആണ് ഓർഗാനിക് കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നടന്നൊരു ഫുഡ് ഏരിയയിലേക്ക് തന്നെ പോകണം. അവിടെയൊക്കെ കുറേ ഷാക്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ മെട്രോ പിടിക്കാൻ പോവാണ്. നമ്മളിനി കൊച്ചി ഇവിടുന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പോവാം ഇൻ വാട്ടർ മെട്രോ. ഇവിടുന്ന് നേരെ നടന്നാൽ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഹൈക്കോർട്ട് ജംഗ്ഷൻ പോവില്ലേ അവിടെ? ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്രയാ? ഓക്കെ. വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. 50 രൂപയേ ഉള്ളൂ കേട്ടോ ഒരാൾക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്തു, കയറി. ഇവിടെ വെയിറ്റിംഗ് ഏരിയ. ഇനി വാട്ടർ മെട്രോ എത്താറായി വരുമ്പോൾ നമ്മളെ അങ്ങോട്ട് വിടും. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എനിക്കൊരു വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ഈസിയാണ്. അപ്പോൾ കാറൊന്നും വേണം നിർബന്ധമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിലൊക്കെ സഞ്ചരിച്ച് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ കാറ് കൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാറിൽ തന്നെയാണ് പോയത്. കുറേയൊക്കെ നടന്നു പോയി. ഇനിയിപ്പോൾ വാട്ടർ മെട്രോയിൽ കയറുന്നുണ്ട്. കാറ് ജങ്കാറിൽ അപ്പുറം വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ജങ്കാറിൽ കാർ അവിടെ വരും. അപ്പോൾ നമ്മളെല്ലാം ചെക്കൗട്ട് ചെയ്തിട്ടാണല്ലോ ഇറങ്ങിയത് ഹോട്ടലിൽ നിന്ന്. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കുന്നത്. സോ നൈസ്. ഭയങ്കര നല്ല രസമുള്ള യാത്ര. ഇത് എത്ര 15 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഷിപ്പ് വരുന്നോ? വാ, സൈഡിൽ കൂടി പോകുന്നുണ്ടോ കേട്ടോ. അതും ഒരു കാഴ്ചയല്ലേ. ആഹാ, നമ്മളിങ്ങനെ അതിനെ പാസ് ചെയ്താൽ പോണേ. എക്സൈറ്റിംഗ് അല്ലേ ഈ ജേർണി? രസമുണ്ട്. ഈ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് മിസ് ചെയ്തത് ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര. അവിടെ നിന്നാണ് ഒരു പ്രാവശ്യം നമ്മൾ ജങ്കാറിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത്. അത് ആ ഐലൻഡ് വൈപ്പിൻ ദാറ്റ്സായി. ഇപ്പം നമ്മൾ പാസ് ചെയ്ത് പോകുന്നു വല്ലാർപാടം. ഓക്കെ, ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോയി. എന്ത് രസം. ഇന്നൊരു മഴക്കോളും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. ചെറിയ ചാറ്റൽ മഴയും. ആഹാ, വാട്ടർ മെട്രോയിലെ യാത്ര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. കണ്ടെയ്നർ ടെർമിനൽ പാസിംഗ്. അവിടുന്ന് വരുന്നു ഒരു ചെറിയ ഹൗസ് ബോട്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരെ നിന്ന് വരിക. ഓക്കെ, ഒരു കുഞ്ഞ് ഹൗസ് ബോട്ട്. കുഞ്ഞല്ല, ഷിപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോഴാണ് അതൊരു ചെറിയൊരു ഹൗസ് ബോട്ട് പോലെ തോന്നുന്നത്. ഇറ്റ്സ് എ ഡബിൾ ഡക്കർ ഹൗസ് ബോട്ട്. ആ വല്ലാർപാടം ടെർമിനലിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ അത് വളരെ ചെറുതുപോലെ തോന്നും. മറ്റൊരു വാട്ടർ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ 15 മിനിറ്റിലും 2 സൈഡിൽ നിന്നും ആൾക്കാരെ പിക്ക് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഹാഫ് വേ ആയപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ടർ മെട്രോ 20 ഉണ്ടെന്നാണ് പറയുന്നത്. 20. പക്ഷെ ഇതൊരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ആഹാ, നല്ല AC, സെൻട്രലൈസ്ഡ് AC.
സുഖമായിട്ട് പോവാം. ഓട്ടോ മെട്രോ 21 നമ്പർ 20 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങോട്ട് പാസ് ചെയ്തു. അടുത്തത് നേരത്തെ വരണം പോയി, ഇപ്പോഴത്തെ അടുത്തത് പോകുന്നു. റോസ്ട്രി പാലം കടന്നു പോകുന്നു ആ സൈഡിലൂടെ. പിന്നെ അത് കഴിഞ്ഞാൽ ബോൾഗാട്ടി ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. അതൊക്കെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ്. ബോൾഗാട്ടി പാലസൊക്കെ ഇരിക്കുന്ന ഐലൻഡും ഹയത്ത് കാണാം ആ സൈഡിൽ. ബോൾഗാട്ടി പാലസും അവിടുത്തെ ആ ആംബിയൻസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ നമ്മളുടെ ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കോട്ടേജൊക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു. ട്രീ കോട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് തോന്നുന്നു, പക്ഷേ കുറേ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ, എന്താ പറയുക, നല്ല മെമ്മറീസാണ് അതെല്ലാം. ബോൾഗാട്ടി പാലസ് ഉണ്ടോ കോട്ടേജ്? ട്രീ കോട്ടേജ് പോലെ. പണ്ടത് ട്രീ ടോപ്പ് കോട്ടേജ് എന്നാണ് പറയുന്നത്. നോക്കി തൂണിൽ നിൽക്കുന്ന ആ മരങ്ങളുടെ ഇടയിൽ. ഭയങ്കര രസമാട്ടോ അവിടെയൊക്കെ താമസിക്കാൻ. എക്സലൻറ്റ്. അതെ, അടുത്തൊരു ബോട്ട് വരുന്നു. ഇതൊരു സാധാരണ ബോട്ട്. ഓക്കെ, ടൂറിസ്റ്റുകളെ കൊണ്ടുപോകണേ അവരുടെ സൈറ്റ് സീയിങ് ബോട്ട്. ഇനി വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം കാണാം. വാട്ടർ ഫ്രണ്ട് അവർക്ക് ഭയങ്കര വ്യൂ ആണല്ലോ ഈ മറൈൻ ഡ്രൈവിലുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ്. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റേഷനിൽ ഇറങ്ങാം മെട്രോ. ബ്രോഡ്വേ അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ആ ഭാഗത്ത് താജ് വിമാനയുടെ ആ സൈഡാണിത്. ഇപ്പുറം മെട്രോയുടെ ബോട്ടാണ് കാണുന്നത് പാസ് ചെയ്ത് പോകണേ. അപ്പം നമ്മളിങ്ങനെ പോകുന്നതിനിടയ്ക്ക് തന്നെ 3 എണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞു. യെസ്, ബോട്ട് ചെട്ടി എത്താറാകുന്നു. അതിൻ്റെ ഒരു ബഹളമാണ് എല്ലാവരും ഇറങ്ങാനാണ്. നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം. ഓക്കെ, തിരക്ക് വേണ്ട, ലാസ്റ്റ് ഇറങ്ങാം. എല്ലാവരും തിക്കും തിരക്കുമാണ് ഇറങ്ങാൻ. നമ്മൾ ലാസ്റ്റ്. സന്തോഷം. പിന്നെന്താ പെട്ടെന്ന് ഞങ്ങൾ കള്ള സ്കൂളിലത്തെ ഓക്കെ തിരിഞ്ഞു പോയി കേട്ടോ. വെർട്ടിക്കലായി പോയി. ഹായ്, വ്ളോഗൊക്കെ കാണാറുണ്ട്. സൂപ്പറാണ്. ഓക്കെ സെൽഫി എടുക്കാം. ഓക്കെ. അയ്യോ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അടിപൊളി യാത്രയായിരുന്നു. ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഇഷ്ടമായി. ഇനിയും വരാം. ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ഓട്ടോ മെട്രോയിൽ വന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോ ആണോ? ഓക്കെ, നേരെ അങ്ങോട്ട് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഈ പിന്നെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക്, ഇനി ഉടനെ തന്നെ മട്ടാഞ്ചേരിയിലേക്കുള്ള ബോട്ട്സും ഓപ്പറേഷൻസ് തുടങ്ങും എന്ന് പറഞ്ഞത്. എന്ത് രസമാണെന്നറിയോ, ഫുൾ AC സ്വിച്ച് ഇങ്ങനെ ഇരുന്ന് വരാം. നല്ല മനോഹരമായ സൈറ്റ് കണ്ടുകൊണ്ട് വരുന്നു. സീനറി എത്ര പെട്ടെന്ന് എത്തി. 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ എറണാകുളം എത്തി. അടിപൊളി. ഇനി ഇവിടെ നിന്നും കാറിപ്പോൾ വന്നിട്ടുണ്ടാവും ജങ്കാറിൽ. എന്നിട്ട് അതിൽ കയറിയിട്ട് മംഗളവനം, അതൊരു ഫോറസ്റ്റ് ഉണ്ട് ഹൈക്കോർട്ടിൻ്റെ അടുത്ത്, അവിടേക്ക് പോകാം. നേരെ നടന്നാൽ ദാറ്റ് ഈസ് വെൽക്കം ടു മറൈൻ ഡ്രൈവാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ഇവിടെ കംപ്ലീറ്റ് കുലുക്കി സർബത്തുകളുടെ ഒരു അതും ജ്യൂസ് കുലുക്കി സർബത്ത്. ഗ്രീൻ മാംഗോ കുലുക്കിയുണ്ട്, ഡബിൾ ബൂസ്റ്റ് കുലുക്കിയുണ്ട്, പച്ചമാങ്ങ കുലുക്കി. ഏതാ നല്ലത്? ഏതാ നല്ലത്? ഗ്രീൻ മാംഗോ നല്ലതാണോ? ഓക്കെ, ഒരു ഗ്രീൻ മാംഗോ കുലുക്കി തന്നോളൂ. ഇതൊരു എത്ര കട അറിയോ ഇങ്ങനെ വരി വരിയായിട്ട്? എല്ലായിടത്തും നല്ല ബിസിനസ്സാണ്. പച്ചമാങ്ങ അല്ലേ? പച്ചമാങ്ങ കുലുക്കിയതേ നോക്കിയേ. ഒരു പച്ചമാങ്ങ ഇടുന്നു, അതിൻ്റെ ജ്യൂസ് എടുക്കുന്നു. ആഹാ, ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ട് പച്ചമാങ്ങയുടെ. ഗ്രീൻ ചില്ലിയോ ഒരു പച്ചമുളക് ഇട്ടു. ഇതെന്തോ ഇട്ടത്? മറ്റേ കസ്കസ് അല്ലേ? ഓക്കെ, നാരങ്ങ നീര്. പച്ചമാങ്ങയ്ക്ക് പുളിയില്ലേ, എന്നാലും നാരങ്ങ ചേർക്കും അല്ലേ? ഓക്കെ, കുറച്ച് ഉപ്പ്. ഷുഗർ സിറപ്പ് ഇട്ട് കഴിഞ്ഞോ? ഇട്ടോ? പിന്നെ നന്നാറി ഇടോ? നന്നാറി സിറപ്പ്, ഐസ്ക്രീം. ഇനി കുലുക്കാൻ പോവാം. അമ്മ ഞാൻ പേടിച്ചു. ഭയങ്കര ഷോ കേട്ടോ, അടിപൊളി ഷോ. അയ്യോ, പുറത്തേക്ക് പിടിക്കും. പൊന്നോ, പൊട്ടാതെ കിട്ടുന്നത്. കണ്ണാടി ഗ്ലാസ്സാണ്. ഒരു സ്ട്രോ ഇട്ട് തരുന്നു. ഓക്കെ, താങ്ക് യു. പച്ചമാങ്ങ കുലുക്കി. അടിപൊളി, ഗംഭീരം, ടു ഗുഡ്. ഇഷ്ടമായി? എത്രയത്? അടിപൊളി, വെരി നൈസ്. അച്ഛാ, ബഹുത്ത് അച്ഛാ. കടകളെല്ലാം തന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടാണ് അവർക്ക് കുലുക്കി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് ആക്രോബാറ്റിക്സ് അല്ല, നല്ല രസമുണ്ട്. ഇവിടുത്തെ ബോട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതൊരു നല്ല അട്രാക്ഷനാണ് കേട്ടോ. ₹50 സോ നൈസ്, താങ്ക് യു. ഇതൊരു വേറൊരു വൈബാണ് ഈ ഭാഗത്തൊക്കെ. ഹാപ്പനിങ് പ്ലേസ്. ഈ ഭാഗത്തെല്ലാം ഫ്രൂട്ട്സിൻ്റെ കുറേ സ്റ്റോൾസ്. എത്ര ഓട്ടോ വേണമെങ്കിലും പിടിക്കാൻ ഇവിടെ ഉണ്ടാവും. ഷൺമുഖം റോഡ്, ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനാണ് കേട്ടോ. മെട്രോ ഓട്ടോ മെട്രോയോ അല്ലാണ്ട് ബോട്ടോ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇതാണ് കാഴ്ച. കുലുക്കി സർബത്തുകളുടെയും ജ്യൂസുകളുടെയും കുറേ കൗണ്ടേഴ്സ്. പിന്നെ കുറേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ പൊട്ടുവെള്ളരിക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്, സമ്മർ ആയതുകൊണ്ട്. മാങ്ങയുടെ സീസണും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള ഹൈക്കോർട്ടിൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നു. ബോട്ട് ജെട്ടി ഇത് അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലാണല്ലോ ഇറങ്ങിയത്. ഇതുവഴി കറങ്ങി മംഗളവനത്തിൽ, ഇതിൻ്റെ സൈഡിലാണ് മംഗളവനം. നോ ഹോണാണ് ഇവിടെ, സൈലൻറ്റ് സോൺ. ഇവിടെ ഒരിക്കലും ഹോൺ അടിച്ചു പോകരുത്. കോടതി പരിസരമാണ്. ഹൈക്കോർട്ട് ഓഫ് കേരള. എൻ്റെ അനിയൻ്റെ ഓഫീസ് ഇവിടെയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിലാണ്. അതിൻ്റെ ഉള്ളിൽ ആ കാണുന്ന, യെസ് ദാറ്റ് ഇസ് ദ ബിൽഡിംഗ്. അവിടെയാണ് എൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ഓഫീസ്. യെസ്, ഇനി നമുക്ക് പോകേണ്ടത് മംഗളവനം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കോളൂ. ഇവിടെ ഇടത്തെ സൈഡിൽ ഇതൊരു ബേർഡ് സാങ്ച്വറിയും കൂടിയാണ് മംഗളവനം. അത് അത്രയും ഒരു സിറ്റിയുടെ നടുക്കല്ലേ ഇങ്ങനൊരു പച്ചപ്പ്.
ദ ഗ്രീൻ ലങ് ഓഫ് കൊച്ചിൻ. ആ ഓക്കെ, ഗ്രീൻ ലങ് ഓഫ് കൊച്ചിൻ സിറ്റി. ശ്വാസകോശം. ഓക്കെ, പച്ചപ്പ്. വെൽക്കം ടു മംഗളവനം ബേർഡ് സാങ്ച്വറി. ജലം ജീവൻ്റെ ഉറവിടം. ഇവിടെ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. ഓ അത് ശരി. ഒരു ഗ്രീൻ സ്പേസ്. ഇത് പറയുന്നത് ഗ്രീൻ ലങ് ഓഫ് ദ കൊച്ചിൻ സിറ്റി എന്നാണ് പറയുക. കുറേ തരം പക്ഷികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയായിട്ട്. ഇത് കുറച്ചൊരു നാച്ചുറലായിട്ടുള്ളൊരു ബേർഡ് സാങ്ച്വറിയാണ്. ചെമ്പൻ മരക്കൊത്തിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും നല്ലൊരു പച്ചപ്പുള്ളത് കൊണ്ട് ഒരുപാട് ദേശാടന കിളികളും അല്ലാത്ത കിളികളും ഒക്കെ വന്നു പോകും, അവിടെ താമസിക്കുന്നുണ്ടാകാം. നല്ല വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മരങ്ങളും മണിമരുത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മംഗളവനത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പലതരം പ്ലാന്റ്സ്, 134 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. മാംഗ്രോവ് ഉണ്ട്, കണ്ടൽക്കാടുകൾ 6 സ്പീഷീസ്, പിന്നെ അസോസിയേറ്റ് സ്പീഷീസ് 7, സ്പൈഡേഴ്സ് 67 വെറൈറ്റി, ബട്ടർഫ്ലൈസ് 17 തരം, റെപ്റ്റൈൽസ് 3 തരം, ബേർഡ്സ് 26 എണ്ണം, മാമൽസ് 26 എണ്ണം അല്ല 26 സ്പീഷീസ്, മാമൽസ് 6 സ്പീഷീസ്, ഫിഷസ് 7 തരം, ആംഫിബിയൻസ് 2 സ്പീഷീസ്. ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻറ്റ്. വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറി നോക്കാം. നാട്ടു ബുൾബുൾ കിളികളുണ്ട്. ഇവിടെ ചെറിയ കിളികളുടെ ശബ്ദം കേൾക്കും കേട്ടോ എല്ലാ സ്ഥലത്തും. കണ്ടൽക്കാടുകൾ ഈ ഭാഗത്തൊക്കെ. ഇത് സിറ്റിയുടെ നടുക്കാണെന്ന് ഓർമ്മിച്ച് നോക്കുക കേട്ടോ. അത് ഭയങ്കര അതിശയം തോന്നുന്നില്ലേ ഇങ്ങനെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലം. മംഗളവനം, മാംഗ്രോവ്സ് ഓഫ് മംഗളവനം. ഇതാണ് കണ്ടൽക്കാട്. ഇഷ്ടംപോലെ അതെ, പല വെറൈറ്റിയാണെന്ന് പറഞ്ഞത്. ഉപ്പട്ടി, ഭ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ, പേനക്കണ്ടൽ, ഇങ്ങനെ പലതരം കണ്ടൽക്കാടുകളാണുള്ളത്. കാണാത്ത തരം മരങ്ങൾ, വളരെ റെയറായിട്ട് സ്പീഷീസ് മരങ്ങൾ. ഈ കിളികളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാൽ. ബേർഡ് വാച്ചിങ്ങിന് താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇനി ഇരിക്കാനായിട്ട് ബെഞ്ചസ് ഉണ്ട്. ആ വാവ്, കാട്ടിൻ്റെ നടുക്ക് രസമുണ്ട്. കിളികളുടെയൊക്കെ ശബ്ദം കേട്ടോ, എന്തോരം കിളികളുടെ ശബ്ദം കേൾക്കാമെന്നറിയോ. ഈ ഒരു നഗരത്തിൻ്റെ ഓക്സിജൻ സപ്ലൈ കിട്ടുന്നൊരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് നാച്ചുറൽ ഈ മരങ്ങളിൽ നിന്നുമൊക്കെ. അവരുടെയൊക്കെ ലൈഫ് സേവറാണ് സത്യം പറഞ്ഞാൽ ഈ നഗരവാസികളുടെ. മംഗളവനം കിളികളുടെ മാത്രമല്ല, കിളികൾക്ക് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. ഇത് ഫോറസ്റ്റിൻ്റെ ബിൽഡിങ്ങാണ്. എന്ത് രസമാണ് ചുമ്മാ ഇരിക്കാൻ. കൂൾ പ്ലേസ്. ഇവിടെ വരുന്ന ബേർഡ്സിൻ്റെയൊക്കെ ലിസ്റ്റാണ് കേട്ടോ, വരുന്നതും പോകുന്നതുമായിട്ടുള്ള. അങ്ങനെ കണ്ടൽക്കാടുകളും ഒക്കെ ആയിട്ട് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു സ്ഥലം. അൺബിലീവബിളാണ് ഈ മംഗളവനം. ബിക്കോസ് ഹൈക്കോർട്ടിൻ്റെ സൈഡിൽ ഹാർട്ട് ഓഫ് ദ സിറ്റി ഈ ഒരു എന്താ പറയുക, മറൈൻ ഡ്രൈവും വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പോയിന്റിലാണിത് ഉള്ളത്. പക്ഷേ ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പോപ്പുലർ ആക്കേണ്ട ഒരു സ്ഥലമാണ്. കുറച്ചുകൂടി അപ്കീപ്പ് വേണമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിങ്ങനെ നാച്ചുറലായിട്ട് തന്നെ ഇട്ടിരിക്കണോ. ഒരു ചെറിയൊരു പൈസ 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. ഇറ്റ്സ് നൈസ്. ഒരു കാട്, നഗരത്തിനകത്തൊരു കാട്. അപ്പോൾ ഇനി കൊച്ചിയിൽ വരുമ്പോൾ, എറണാകുളം വരുമ്പോൾ മംഗളവനം സന്ദർശിക്കുക. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും യങ്സ്റ്റേഴ്സും കപ്പിൾസൊക്കെയാണ് അവിടെ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ കാര്യമാക്കണ്ട, നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇതൊരു വനം, ഒരു ഫോറസ്റ്റ് ഫീല്, ഒരു ഗ്രീൻ സ്പേസ്, പിന്നെന്താ ഒരു ഫ്ലോർ ആൻഡ് ഫോൺ ആൻഡ് കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഭയങ്കര രസമാണ്. ഇതിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേട്ടോ. അവരുടെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, ഒരു ബിൽഡിങ്. പക്ഷെ ആരും കാണുന്നില്ല അവിടെ. ഫ്രണ്ടിലെ എൻട്രൻസിൽ 10 റുപ്പീസിൻ്റെ പാസ് എടുക്കണം. അങ്ങനെ മംഗളവനത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കും. ഇനി മറ്റൊരു സീനിക് പ്ലേസിലേക്ക് പോകാൻ പോവാണ്. ഇന്ന് കുറച്ച് സീനറീസാണ് കാണാൻ പോലെ. നേച്ചറുമായിട്ടൊരു വാക്ക് വിത്ത് നേച്ചർ ആ സ്റ്റൈല്.
അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി ഒരു പാലം കയറുകയാണ്. വഴി കുറച്ച് സഞ്ചരിച്ചിട്ട് ഇതാണ് മൂലംപള്ളി പിഴല പാലം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടമക്കുടിയിലേക്കല്ല പോകുന്നത്, ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ പിഴല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതും മറ്റൊരു മനോഹരമായ സ്ഥലമാണ്, സീനിക്കാണത്. എന്ത് ഭംഗിയാ! ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് സീനറി. അങ്ങനെ നമ്മൾ ആ പാലമൊക്കെ കയറി ഇങ്ങോട്ട് വന്ന് ഇത് പിഴല എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ തുരുത്താണ്. ഇനി അങ്ങോട്ട് തുരുത്തുകളാണ്. ഇത് എറണാകുളം ജില്ലയായിട്ട് ബന്ധമൊന്നുമില്ല തുരുത്ത്. ഇപ്പോൾ ഈ പാലമൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു മൊബിലിറ്റി കുറച്ചുകൂടി ഈസി ആയത്. പണ്ട് തുരുത്തെന്ന് പറയുമ്പോൾ ഫെറി സർവീസ് ബോട്ടൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇതും ഓക്കെ, ഇതും കടമക്കുടി പോലെ മനോഹരമായ സ്ഥലം. പണ്ട് കടമക്കുടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പിഴലയിൽ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഫെറി സർവീസിലൊക്കെ പോകണം, അല്ലെങ്കിൽ കുറേ ചുറ്റിയാണ് റോഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഈ റോഡ് തന്നെ ഇങ്ങനെ പോയാൽ മതി. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്, താഴെയെല്ലാം പോയി നമുക്ക് നടക്കാം. അത് കഴിഞ്ഞിട്ട് കുറേ ഭക്ഷണം കഴിക്കാനായിട്ട് കുറേ ഷാക്സ്, കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുമുണ്ട്. അങ്ങനെ പിഴല എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്തിലൂടെ നമ്മൾ നടക്കുന്നു. ഓക്കെ, നല്ല രസമാണ് ഇവിടെ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ നല്ലതാണ്, ഫോട്ടോഷൂട്ടിന്. ഇവിടെയും തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാർ അവിടെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:30 പക്ഷേ ഇന്നൊരു മഴക്കോളുള്ളത് കൊണ്ട് ഇങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊരു കാർമേഘം കൊണ്ട് മൂടി കിടക്കുന്നു. സൂര്യൻ്റെ ബഹളമൊന്നുമില്ല, ഓക്കെ ആണ്, നൈസ് ക്ലൈമറ്റ്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പേര് വരുന്ന സ്ഥലം കേട്ടോ. നമ്മൾ കടമക്കുടി മാത്രമല്ലേ കേൾക്കാറുള്ളൂ സാധാരണ, പക്ഷെ അങ്ങനെയല്ല, ഇതുപോലെയുള്ള തുരുത്തുകൾ വേറെയുമുണ്ട്. ഇതാണ് പിഴല. പക്ഷേ ഇതും ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തുരുത്താണ്. എന്തു ഭംഗി! പാൽക്കപ്പ വിത്ത് കൂന്തൽ റോസ്റ്റ്. പാൽക്കപ്പ നോക്കിയാൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ അടിപൊളി. ഞാൻ ഇങ്ങനെ പാൽക്കപ്പ കണ്ടിട്ടില്ല കേട്ടോ, ഭയങ്കര ലൂസായിട്ട്. പക്ഷെ ഇത് കൊള്ളാം, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. ലൈം ആൻഡ് മിൻറ്റ് കട്ടനാണ് ഇപ്പോൾ നല്ലത്, അപ്പോൾ ലൈം ആൻഡ് മിൻറ്റ് ആകുമ്പോൾ ഓക്കെയാണ്. നോക്കട്ടെ, അടിപൊളി. ഒരു പോറിജ് പോലെ കപ്പ, പാൽക്കപ്പയും. അതെ, എന്ത് ടേസ്റ്റാണ് നോക്കിയാൽ ഇങ്ങനെ കഴിക്കുന്നത്. ഇത് കണവ, കൂന്തൽ ഒരു റോസ്റ്റ്. ഇറ്റ്സ് വെരി ഹോട്ട്. നല്ല സ്പൈസി, അടിപൊളി. പാൽക്കപ്പ ഇങ്ങനെ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അത് പിഴല പാലത്തിൻ്റെ അടിയിൽ ട്വിലൈറ്റ് കഫേയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അടിപൊളി പാൽക്കപ്പ ആൻഡ് കണവ റോസ്റ്റ്. ഇവിടെ താറാവ് കിട്ടും, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത്രയും ആസ്വദിച്ചിട്ട് പാൽക്കപ്പ കഴിച്ചിട്ടില്ല ഞാനിതുവരെ. കൂന്തൽ റോസ്റ്റും നല്ല വെന്തിട്ടുമുണ്ട് പീസസ്. മിൻറ്റ് ആൻഡ് ലൈം ടീ. എന്തൊരു കോംബോ. ഇനി പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്നും നേരെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നിങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ. അടിപൊളി പാൽക്കപ്പയും കൂന്തൽ റോസ്റ്റും നല്ല സ്പൈസി മിൻറ്റ് ആൻഡ് ലെമൺ ടീ എല്ലാം കുടിച്ചതേ പോണു. മഴ തുടങ്ങി ചെറുതായിട്ട്. ഓക്കെ, ദിസ് ഇസ് ദ ട്വിലൈറ്റ് കഫേ. നല്ല ഇടി ചാറി തുടങ്ങി മഴ ഉറക്കുന്നതിന് മുമ്പ് കാർ എത്തിയാൽ ഭാഗ്യം. ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇപ്പോൾ സമയം ഇങ്ങനെ ടൈം വെച്ച് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. 5:40, 5:40. 6:30 അവിടെ എത്തണം. 7 മണിക്ക് ട്രെയിൻ, വന്ദേ ഭാരത്. എന്ത് ആംബിയൻസ് അല്ലേ, മഴയും ഈ വെള്ളക്കെട്ടും ഒക്കെ ആയിട്ട് അടിപൊളി.
സമയം ഉണ്ടായിരുന്നു, ഇച്ചിരി നേരം കൂടി ഇവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ട് പോകാമായിരുന്നു, പക്ഷെ പറ്റില്ല. അങ്ങനെ ഒരു ചാറ്റൽ മഴയോട്, ചാറ്റലല്ല ഉറച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് കയറും.